സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതി ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കുവാണ്. അപ്പോഴത്തേക്കും അവരുടെ അമ്മ വന്നിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഓർക്കുന്നു എങ്ങനെയായാലും സച്ചിനെ ആ ജ്യൂസ് കുടിപ്പിക്കണമെന്ന്. അപ്പോഴത്തേക്കും അവരുടെ അമ്മ വന്ന് ചോദിച്ചു, അവൻ കണ്ടോ ഇന്ന് സച്ചി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് രേവതി ഇത് കുടിപ്പിക്കാൻ നടക്കുക തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെടുത്ത് കുടിക്കുമ്പോൾ അത് മുഴുവൻ കുടിക്കുക. അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങ് കുടിക്കുകയാണ്. അപ്പോൾ രേവതി അവിടെ നിന്ന് വെച്ച് ഓരോ പേപ്പറൊക്കെ അടുക്കി പെറുക്കി വെക്കും. അപ്പോൾ സച്ചി അതിൽ അടുത്തോട്ട് പോയിട്ട് സച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി എന്നെ കണ്ടിട്ട് മിണ്ടാതെ, എൻ്റെ അടുത്ത് അച്ഛനും ഇങ്ങനെ മിണ്ടണില്ല, നീ കണ്ടതല്ലേ എനിക്ക് എത്രമാത്രം വിഷമമായി എന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, സ്നേഹിക്കുന്ന ഒരാളിങ്ങനെ നമ്മുടെ അടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും എത്രമാത്രം വേദന ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതിയും ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ, അച്ഛൻ മിണ്ടാത്തതാണ് എനിക്ക് ഏറ്റവും വിഷമം എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയാം. അപ്പോൾ അച്ഛൻ നിൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പുറത്തു പോയതാണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ രേവതി പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പൈനാപ്പിൾ കൊണ്ടുവന്നു, അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഞാൻ അടിച്ചു വെച്ചു, ഞാനത് എടുക്കട്ടെ എന്ന് ചോദിക്കും. അച്ഛൻ തന്നതല്ലേ, അന്ന് വേഗം തന്നു, ഞാനത് കുടിക്കാമെന്ന് പറയുന്നുണ്ട് രേവതിയല്ല സച്ചി പറയുകയാണ്. അപ്പോൾ രേവതി അത് എടുക്കാൻ വേണ്ടി കിച്ചണിൽ പോകാം. കിച്ചണിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രേവതി നോക്കുമ്പോൾ മുഴുവൻ എടുത്ത് അവരുടെ അമ്മ കുടിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും രേവതിയോട്, നീ ഇത് സച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, ഞാനത് അങ്ങെടുത്ത് കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പണിയായില്ലോ എന്നോർത്ത് രേവതി വേഗം അവിടെ നിന്ന് മാറി നിൽക്കുവാണ്. സച്ചി മദ്യപാനം നിർത്താൻ വേണ്ടി രേവതി അതിലും മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് രേവതിക്ക് ആകെ ടെൻഷൻ, ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ രേവതി വേഗം ആ ഫോൺ എടുത്ത് മരുന്ന് പറഞ്ഞതിന് ചേച്ചീനെ വിളിച്ചാലോ എന്ന് ഓർത്തിട്ട് രേവതി ഫോൺ എടുത്ത് വിളിക്കുക. അപ്പോൾ വിളിക്കുമ്പോൾ എൻ്റെ ഇത് കിട്ടുന്നില്ല. അപ്പോൾ പറയും, ഇനി എത്ര വേഗം അവിടെ ചെന്ന് നോക്കാമെന്ന് ഓർത്ത് രേവതി വേഗം പേഴ്സ് എടുത്ത് സാരിയുടെ ഇടയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് വേഗം രേവതി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ രേവതി പോകുന്ന വഴിക്ക് സച്ചിയുടെ കൂട്ടുകാരനെ കാണുമ്പോൾ ചോദിക്കും, എന്താ രേവതി എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിശേഷം കൊണ്ട്, സച്ചി ഇത്രയും നാളായിട്ട് മദ്യപാനം നിർത്തിയില്ല, അപ്പോൾ രേവതി നിനക്ക് തോന്നിയത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ഒരിക്കലും കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മദ്യപിക്കില്ല. അപ്പോൾ പറയും, ആ വീഡിയോ അപ്പോൾ കണ്ടതെന്ന് ചോദിക്കും. അതിങ്ങനെ സച്ചി കുടിക്കുന്നതായിട്ട് കാണുന്നില്ലല്ലോ, ഇങ്ങനെ ഒഴിക്കുന്നതൊക്കെയല്ലേ കാണിക്കുന്നുള്ളൂ. അത് നല്ല വീഡിയോ ആരോ എഡിറ്റ് ചെയ്തതാണ്, സച്ചിക്ക് നല്ല പണി കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി, നിങ്ങളും അച്ഛനും നീയൊന്നും മിണ്ടാത്തതിലാണ് സച്ചിക്ക് ഏറ്റവും കൂടുതൽ വിഷമം, സച്ചിനെ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നീ എന്താ രേവതി ഇതുവരെ സച്ചിനെ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരൻ ഇങ്ങനെ പറയാം, ഇത്രയും നാളായിട്ട് എനിക്ക് വിശ്വാസമുണ്ടല്ലോ അവൻ കാർ ഓടിക്കുന്ന സമയത്ത് മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാണല്ലോ അതവിടെ കിട്ടും, ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുന്നുണ്ട്. അതേ സമയം അവരുടെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുക, ഭയങ്കരമായിട്ട് വയറ്റിൽ വേദനയാണെന്നൊക്കെ പറയുന്നു, ബാത്റൂമിൽ പോകുന്നു വരുന്നു ഇത് തന്നെ. അപ്പോഴത്തേക്കും രവിയേട്ട അതിനെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ അമ്മ ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് അവശയാകും. അപ്പോഴത്തേക്കും ചോദിക്കും, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്താ പറ്റിയെൻ്റെ വയറിനൊരു സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബാത്റൂമിലേക്ക് പോകുന്നു, ഓട്ടം അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിയും കൊണ്ട് ഇറങ്ങി വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഇന്നെനിക്ക് ഞാൻ ഡിഗ്രി ഏഴാമത്തെ ഡിഗ്രി എടുത്ത് പാസ്സായപ്പോൾ എനിക്ക് അമ്മ ഒരു പായസം ഉണ്ടാക്കി തന്നില്ല, ആ പായസം ഉണ്ടാക്കി തരുമോ, എന്നാ ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയും. നീ ഇപ്പം നിനക്ക് എപ്പോഴും കഴിക്കുന്ന കാര്യം മാത്രമുള്ളോടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും വാഷ്റൂമിൽ പോകാൻ തോന്നും. അവിടെ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകും. എന്താ അമ്മയ്ക്ക് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്തോ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട് അച്ഛാന്ന് പറയും. അപ്പോൾ ചോദിക്കുന്നത്, എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായേ, കുറേ നേരമായിട്ട് തുടങ്ങിയതാണ്, നീ എന്താ ഇതൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്ക് വേഗം വയ്യാണ്ടാവുകയാണ്. പിന്നെ കാണിക്കുന്ന രേവതിയാണ്. രേവതി ആ മരുന്ന് പറഞ്ഞു കൊടുത്ത് ചേച്ചിയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ മരുന്ന് മാറിപ്പോയി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്, അമ്മ എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് പറയും, നിൻ്റെ ആ മരുന്ന് മുഴുവൻ അമ്മയും എടുത്ത് കുടിച്ചു അല്ലേ, സാരമില്ല രേവതി, മദ്യപിക്കുന്ന ആളായിരുന്നെ അന്നത്തോടു കൂടി മദ്യപാനം നിർത്തും, അല്ലാത്ത ഒരാളാണെങ്കിൽ ഇനി ബാത്റൂമിൽ പായിട്ട് കിടന്നാൽ മതി എന്ന് പറയും. ബാത്റൂമിൽ പായിട്ട് കിടക്കാനോ, അതുപോലെ വയറ്റിൽ നിന്ന് ലൂസ് മോഷൻ ആകുമെന്ന് പറയുന്നുണ്ട്. അയ്യോ ഇനിയിപ്പോൾ എന്നാ ചെയ്യും, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, നീ ടെൻഷനാകുമൊന്നും വേണ്ട, എന്നാണേലും ചേമ്പില പോലെ വാടി വയ്യാണ്ട് കിടക്കും, പിന്നെ നല്ല ഫുഡൊക്കെ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതേസമയം അവരുടെ വീട്ടിൽ അവരുടെ അമ്മ വേഗം വയ്യാണ്ടാവുകയാണ്, അങ്ങ് കട്ടിലേക്ക് വീഴും. അപ്പോഴത്തേക്കും സച്ചി വന്നിട്ട് അമ്മ എന്താ പറ്റിയ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്കൊരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും വന്ന് കട്ടിലിരിക്കുക. അപ്പോൾ സച്ചി പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ സച്ചി തന്നെ പറയുന്നുണ്ട്, ഇത്രയും ദൂരം പോകാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കും, പിന്നെ അമ്മേനെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ, നീ എന്താ പറയുന്നതെന്ന് ചോദിക്കും. അമ്മേനെ അത്രയും ദൂരം കൊണ്ടുപോകണ്ട, ഞാൻ വേഗം പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം പോയി അടുത്തുള്ള ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും സച്ചിക്ക് നല്ല വിഷമമാവുന്നുണ്ട്, അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും. അമ്മയുടെ തലയിൽ ചെന്ന് ഇങ്ങനെ തലോടുന്നൊക്കെ ഉണ്ട് സച്ചി.
ആ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ മരുന്ന് നോക്കാതെ ചോദിക്കും എന്താ ഫുഡ് പോയ്സണാണ്, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അങ്ങനെ കഴിച്ചില്ല എന്നുള്ളത്, ഇത് ഫുഡ് പോയ്സണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് കഴിയുമ്പോൾ ഇത് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് മരുന്നൊക്കെ എഴുതിയിട്ട് സച്ചിയുടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് മറ്റേ ആ മരുന്ന് പറഞ്ഞു കൊടുത്ത ആളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല, അത് കുറച്ച് നേരം വയറ്റിൽ ഇതൊക്കെ ആയി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും, വേഗം തളർന്നു പോകും, പക്ഷേ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഇനി ഓക്കെ ആക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി നാളെ കാണാം.